Hello friends, welcome back to my channel. ഇന്ന് നമുക്ക് പഴം കൊണ്ട് എങ്ങനെ പായസം ഉണ്ടാക്കാമെന്ന് കാണാം. ഇത് നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ട് അല്ല ഉണ്ടാക്കുന്നത്, നമ്മുടെ സാധാ റോബസ്റ്റ് പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല എളുപ്പത്തിൽ തന്നെ റെഡിയാവും. നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ, വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയോളൂ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയ്ക്ക് കടന്നാലോ. ഇന്നപ്പോൾ നമുക്ക് റോബസ്റ്റ് പഴം വെച്ചിട്ട് പായസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഇവിടെ കിട്ടുന്നത് ഇങ്ങനെ യെല്ലോ കളറിൻ്റെ റോബസ്റ്റ് പഴമാട്ടോ. നാട്ടിലിപ്പോൾ നമ്മുടെ പച്ച കളറാണെങ്കിൽ അത് നിങ്ങൾ എടുക്കാം. അപ്പോൾ ഞാൻ ഒരു പഴം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് തോലൊരിഞ്ഞ് 4 കഷ്ണമായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ചെറിയ ചെറിയ 4 കഷ്ണങ്ങളാക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഓണക്കാലമായ കാരണം എല്ലാവരും പല ടൈപ്പിലുള്ള പായസമാണല്ലോ പ്രിഫർ ചെയ്യുക. അപ്പം നമുക്കിങ്ങനെ റോബസ്റ്റ്, നമ്മൾ സാധാരണ നേന്ത്രപ്പഴം വെച്ചിട്ട് മാത്രമാണ് പായസം ഉണ്ടാക്കാറ്. റോബസ്റ്റ് പഴം വെച്ചിട്ടുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് ഇനി വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മളൊരു പാത്രത്തിലേക്ക് 1 സ്പൂണ് നെയ്യിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 5-6 കശുവണ്ടി ഹാഫായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞങ്ങൾക്കിപ്പോൾ മുന്തിരി താല്പര്യം ഉണ്ടെങ്കിൽ അത് ഇടാം. അപ്പോൾ ഫസ്റ്റ് മുന്തിരി ഇടണ്ടെങ്കിലും ഫസ്റ്റ് നമ്മൾ കശുവണ്ടിയാണ് വറുത്തെടുക്കേണ്ടത്. കശുവണ്ടി കുറച്ചൊരു ലൈറ്റ് ബ്രൗൺ ആവാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് മുന്തിരി ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഇതിന് മുന്തിരി ഇടാണ്ടിരിക്കുന്നതായിരിക്കും ടേസ്റ്റ്. നമ്മുടെ കശുവണ്ടി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. ഇതിലേക്ക് നമുക്ക് 1/3 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ 1/8 കപ്പ് വെള്ളം ഇട്ട് കൊടുക്കാം. ഇത് നല്ലൊരു ബ്രൗൺ കളറായി വരണം. നമ്മുടെ കാരമൽ സിറപ്പ് ഉണ്ടാക്കില്ലേ, അങ്ങനെ നമുക്കിത് ഉണ്ടാക്കണം. ഇത് നമുക്കിത് ഈ ഒരു ബ്രൗൺ കളർ, ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ മാത്രം മതി. ഈ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ റോബസ്റ്റ് പഴം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ റോബസ്റ്റ് പഴം നമുക്ക് പേസ്റ്റ് പോലെ ആക്കണ്ട, ഒരു ചെറിയ കഷ്ണം പോലെ അതിൽ പായസത്തിൽ കിടക്കണം. അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനൊരു കോട്ടിങ് കിട്ടുമ്പോൾ അത് കുറച്ച് ഹാർഡായിട്ട് തന്നെ ഇരിക്കും. ഇങ്ങനെ ആയതിനു ശേഷം നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫാക്കാം. ഇപ്പോൾ നമ്മൾ ഒരു പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് ബെല്ലാണ് വേണ്ടത്. 2 അച്ച് ബെല്ലം മതി. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബെല്ലം ഒന്ന് ഉരുകി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ശർക്കര ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇത് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ അഴുക്കുണ്ടെങ്കിൽ അതൊക്കെ മാറി കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണേ. ഇപ്പോൾ നമ്മൾ നമ്മുടെ അരിച്ച ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനൊപ്പം തന്നെ നമ്മൾ പഞ്ചസാര പാനിയിൽ ബ്രൗൺ കാരമലായിട്ട് നമ്മൾ പഴം വെച്ചിട്ടുണ്ടായില്ല, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ നേന്ത്രപ്പഴത്തിന് പായസം പോലെ ഇങ്ങനെ പേസ്റ്റ് പോലെ അല്ല ഇരിക്കുക. ഇതിൻ്റെ ഒരു കഷ്ണങ്ങൾ ചെറുതായിട്ട് നമ്മുടെ റോബസ്റ്റ് പഴത്തിൻ്റെ ഉണ്ടാവും. അതിന് വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്തേക്കണേ. ഇത് നന്നായിട്ട് ഒന്നൊന്നി തിളച്ച് വരട്ടെ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/4 സ്പൂണ് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലൊരു തള വരാൻ തുടങ്ങട്ടെ. ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്, നിങ്ങൾക്കിത് കാണാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് തേൻപാൽ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ 2ാം പാലൊന്നും ഒഴിക്കുന്നത്, തേൻപാൽ മാത്രമാണ് ഒഴിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം.
ഇത് തിളയ്ക്കാൻ പാടില്ല. നമ്മുടെ തേൻപാൽ ഒഴിച്ചതിന് ശേഷം ആ ചൂടിൽ തന്നെ കിടന്ന് നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ നമ്മുടെ കശുവണ്ടി കൂടി ഇട്ട് കൊടുക്കാം. നല്ല എളുപ്പത്തിൽ നമ്മുടെ പായസം റെഡി ആവില്ലേ? നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മുടെ റോബസ്റ്റ് പഴം പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ കഷ്ണങ്ങൾ ഇങ്ങനെ കഴിക്കാൻ ഇടയ്ക്ക് കിട്ടുമ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളപ്പോൾ ഈ ഓണത്തിന് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നല്ല എളുപ്പത്തിൽ റെഡിയാവും ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണും വരെ ബൈ.